നിയമസഭയിൽ ജനങ്ങൾക്കു വേണ്ടി വാദിക്കാൻ തയ്യാറാകാത്ത UDF ശബരിമല വിഷയത്തിൽ പാട്ടെഴുതി ദുർവിനിയോഗം ചെയ്തുവെന്നും അയ്യപ്പനെ വിറ്റ് വോട്ടുപിടിക്കുകയായിരുന്നുവെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MLA-മാരും മാധ്യമങ്ങൾക്ക് മുൻപിൽ ആളാകാൻ ശ്രമിക്കുകയാണ്. LDF നേതൃത്വത്തിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തിയ വികസന സന്ദേശയാത്രയ്ക്ക് പത്തനാപുരത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി KB ഗണേഷ് കുമാർ. വകുപ്പ് മന്ത്രി കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ തീരദേശ നിയന്ത്രണം വരുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ തടസ്സപ്പെടുത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബജറ്റ് പ്രഖ്യാപനമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും പട്ടയം നൽകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്നും പത്തനാപുരം മണ്ഡലത്തിലെ കനാൽ പുറമ്പോക്കുകാരുടെ പട്ടയം ഉടൻ വിതരണം ചെയ്യുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിന്റെ സമസ്ത മേഖലകളും ഭൗതികമായ വികസനം മാത്രമല്ല, ജനകീയമായ ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിജയിച്ചു എന്നതാണ് എല്ലാവരുടെയും മനസ്സിലെ സന്തോഷം. നമുക്കറിയാം, പട്ടയമില്ലാതെ വിഷമിച്ച ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പട്ടയം നൽകിയ സർക്കാരാണ്. 10 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളുടെയും റോഡുകളുടെ നവീകരണത്തിൽ, പാലങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഭൗതിക സാഹചര്യം ഒരുക്കുന്നത് വലിയ മുന്നേറ്റം നടക്കാൻ കഴിഞ്ഞ ഒരു സർക്കാരാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ. അതുപോലെ തന്നെ വീട് വയ്ക്കാൻ ഭവന പദ്ധതി, ലൈഫ് ഭവന പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത പിണറായി വിജയൻ സർക്കാർ, ഇടതുമുന്നണി സർക്കാർ. ഹോസ്പിറ്റലുകളെ നവീകരിച്ചുകൊണ്ട് വൈകിട്ട് 6 മണി വരെയും ഡോക്ടർമാരും എല്ലാ രോഗത്തിനും ആവശ്യമായ മരുന്നുകളും സൗകര്യങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും ഒരുക്കി നൽകിയ ഇടതുമുന്നണി സർക്കാർ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്ന് പാവപ്പെട്ടവര് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയ ഇടതുമുന്നണി സർക്കാർ, ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തിനെ മാറ്റിയെടുത്ത കരുത്തുറ്റ ഇടതുമുന്നണി സർക്കാരിന് ഇനിയും നിങ്ങൾ പിന്തുണ നൽകണമെന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. ഇവിടെ UDF-നെ സംബന്ധിച്ച് അവരെ വർഗീയത പ്രചരിപ്പിക്കുകയാണ്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കണ്ട് മാറ്റി നിർത്തിയാൽ കോൺഗ്രസും UDF-ഉം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജാതിയുടെ പ്രചരണമാണ്. ജാതി സ്വാമി അയ്യപ്പനെ, ശബരിമലയിൽ ഇരിക്കുന്ന സന്നിധാനത്തിലിരിക്കുന്ന അയ്യപ്പ ഭഗവാനെ വിറ്റ് വോട്ട് പിടിക്കുന്ന കാഴ്ചയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. ശബരിമല അയ്യപ്പനെ ശരണം വിളിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന അതേ ഈണത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ പുറകിൽ അയ്യപ്പ എന്ന് ചേർത്ത് പാടി അയ്യപ്പനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് UDF സ്വീകരിച്ചത്. സത്യത്തിൽ ഒരു മതനിന്ദ, ഒരു ദൈവനിന്ദയാണ് UDF. ചെങ്ങമനാട് നിന്നാണ് വികസന സന്ദേശയാത്ര ആരംഭിച്ചത്. പിടവൂർ, രണ്ടാലമൂട്, പട്ടാഴി വടക്കേക്കര, പട്ടാഴി, മാങ്കോട്, പുന്നല, കറവൂർ, പിറവന്തൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷമാണ് വികസന സന്ദേശയാത്ര പത്തനാപുരത്ത് സമാപിച്ചത്. H. മുഹമ്മദ് അസ്ലം, അഡ്വക്കേറ്റ് ബിജു K. മാത്യു, H. മുഹമ്മദ് നജീബ്, M. ജിയാസുദ്ദീൻ, സുലോചന, M. നൌഷാദ്, നെടുവണ്ണൂർ സുനിൽ, സുനിത രാജേഷ്, റിയാസ് മുഹമ്മദ്, സജി ജോൺ കുറ്റിയിൽ,
മുഹമ്മദ് കാസിം, എം തോമസ്, മുസ്തഫ, മുരളീധരൻ, വേണുജി നായർ തുടങ്ങിയവരായിരുന്നു ജാഥ അംഗങ്ങൾ. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ LDF നേതാക്കളായ എസ് വേണുഗോപാൽ, എൻ ജഗദീശൻ, മുഹമ്മദ് അസ്ലം, ബിജു കെ മാത്യു, എം ജിയാസുദ്ദീൻ, എച്ച് നജീബ് മുഹമ്മദ്, GR രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.